നമ്മളെ ഫോണ് എവിടെയെങ്കിലും വെച്ചെടുത്ത് ആരെങ്കിലും അതെടുത്ത് തുറക്കാൻ നോക്കി. എന്തായാലും നമ്മളെ ഫോണിനൊരു ലോക്ക് ഉണ്ടാവും, ഒരു സ്ക്രീൻ ലോക്ക് ഉണ്ടാവും. പാറ്റേൺ ആയാലും പാസ്വേഡ് ആയാലും എന്തെന്നായാലും ഒരു ലോക്ക് ഉണ്ടാവും. ഇതെടുത്ത് തുറക്കാൻ നോക്കിയവർക്ക് പാസ്വേഡ് അറിയില്ല, ഇതിൻ്റെ ലോക്ക് അറിയില്ല. അവർ തെറ്റായിട്ട് ലോക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കി. അതായത് തെറ്റായിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്ത്. അങ്ങനെ അന്നേരം ആരാണ് ഇത് എടുത്തത്, അവരുടെ ലൊക്കേഷൻ എവിടെയാണ്, അവരെ ഫോട്ടോ എല്ലാം കറക്റ്റായിട്ട് കാണിച്ചു തരുന്ന ഒരു സംഭവമാണ് വീഡിയോ. ഇപ്പോൾ നമ്മളെ ഫോൺ കളവ് പോയി, അല്ലെങ്കിൽ വീണ് പോയിട്ട് ആർക്കെങ്കിലും കിട്ടി, അല്ലെങ്കിൽ നമ്മളോട് എവിടെയെങ്കിലും വെച്ച് മറന്നു പോയിട്ട് ആർക്കെങ്കിലും കിട്ടി, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന നേരം കിട്ടുന്ന ആളെ ലോക്ക് തുറക്കാൻ നോക്കും. അപ്പം അത് ആരേലാണുള്ളത്, അവരുടെ ലൊക്കേഷൻ എന്താണ് എന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതുപോലത്തെ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടോ, പക്ഷേ മുമ്പ് ചെയ്തതിനേക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് എടുത്ത ആളെ ഫോട്ടോയും ലൊക്കേഷനും ഒക്കെ നമ്മൾ കൊടുക്കുന്ന മെയിലിൽ അയച്ചു തരും. അതൊക്കെ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന അലാർം ഓൺ റോങ് പാറ്റേൺ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. മേലെ ഒരു നെക്സ്റ്റ് ഉണ്ട്, അതിപ്പം കൊടുക്കണ്ട. ഒന്ന് താഴേക്ക് പോയാൽ ഇവിടെ ഡിവൈസ് അഡ്മിനിസ്ട്രേഷൻ പെർമിഷൻ കൊടുക്കണം. അതൊന്ന് ആക്ടിവേറ്റ് കൊടുക്കുക. ഇവിടെ ആക്ടിവേറ്റ് കൊടുക്കുക. അതിനുശേഷം ഏത് ഇമെയിലിലേക്കാണോ നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് കിട്ടേണ്ടത് ആ ഇമെയിൽ ഇവിടെ കൊടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന നേരം നമ്മളെ ഫോണിലുള്ള എല്ലാ മെയിൽ ഐ ഡിയും കാണിക്കും. ഏത് മെയിലാണോ നമുക്ക് ആവശ്യം അത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മെയിൽ ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം എത്ര പ്രാവശ്യം തെറ്റായിട്ട് പാസ്വേഡ് അടിച്ചാൽ നമുക്കിത് വർക്കാവണം എന്നുള്ള, എത്ര അറ്റംപ്റ്റ് ആണെന്നുള്ള, ഇവിടെ ഡീഫോൾട്ടായിട്ട് 3 അറ്റംപ്റ്റ് ഉണ്ടാകുക. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര അറ്റംപ്റ്റും ആക്കി വെക്കാം. ഞാനിപ്പോൾ 2 ആക്കി വെച്ച്. ഇനി നമുക്കിവിടെ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്താൽ ഇതിന് ക്യാമറ പെർമിഷൻ, സ്റ്റോറേജ് പെർമിഷൻ, അതുപോലെ ലൊക്കേഷൻ പെർമിഷൻ 3 പെർമിഷൻ കൊടുക്കണം. അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമ്മളെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഇവിടെ ആക്ടിവേറ്റ് ആണ്. ഇനി ഇതിൻ്റെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനേബിൾ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഓഫാക്കുക, ഓണാക്കുക, അത് പ്രശ്നമുള്ള കാര്യമല്ല. അലാറം ഓൺ ഇമെയിൽ അത് വേണമെങ്കിൽ ഓണാക്കുകയും ചെയ്യുക, ഓഫാക്കുകയും ചെയ്യുക. കൊടുത്ത ഇമെയിൽ മാറ്റണം, ഇവിടുന്ന് മാറ്റാം. റോങ് പാസ്വേഡ് അടിക്കുന്ന നേരം അലാറം അടിയാണെങ്കിൽ അത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. വേണ്ടത് ഓൺ ചെയ്യുക, വേണ്ടാത്തത് ഓഫ് ചെയ്യുക. ഇവിടെ ഫ്ലാഷ് ഓൺ റോങ് പാസ്വേഡ് അതും ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫാക്കി വെക്കാം. ഞാനിത് ഓഫാക്കിയിട്ട് തെറ്റായിട്ടുള്ള പാസ്വേഡ് അടിച്ചാൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കുക. നമ്മൾ ഒരു പ്രാവശ്യം ഞാൻ അടിച്ച്, 2 പ്രാവശ്യം അടിച്ച്, 3ാമത്തെ പ്രാവശ്യം അടിയുമ്പോഴത്തേക്ക് കണ്ടോ ഇതിൻ്റെ ഫ്ലാഷ് അടിയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നിൽക്കണമെങ്കിൽ നമ്മൾ ശരിയായ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. എൻ്റർ ചെയ്ത് കൊടുത്ത് ഇനി ഇപ്പം നമ്മളെ ഫോട്ടോ, ഇപ്പോൾ ഞാനിത് തെറ്റായിട്ട് അടിച്ചുകൊണ്ട് എൻ്റെ ഫോട്ടോ ഇതിൽ അടിച്ചിട്ടുണ്ടാവും. നമുക്ക് അതൊന്ന് നോക്കുക. ഈ ആപ്ലിക്കേഷനിൽ തന്നെ നമ്മളെ ഫോൺ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കി ആരാ ഇത് തുറക്കുക നോക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓപ്പൺ ചെയ്യുക. ഇവിടെ ഫോട്ടോ ഇവിടെ ഉണ്ട്. അത് ഓപ്പൺ ചെയ്താൽ ഇവിടെ ലൊക്കേഷൻ എന്ന് കാണിക്കും. ഈ ലൊക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സ്, കറക്റ്റ് അഡ്രസ്സ് ഉണ്ടാവും. അതുപോലെ ടൈം ഒക്കെ ഉണ്ടാവും. ഏത് ടൈമിൽ ഏത് അഡ്രസ്സിൽ നിന്ന് ഏത് ലൊക്കേഷനിൽ നിന്നൊക്കെ ഉണ്ടാവും. വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഗൂഗിൾ മാപ്പിലേക്ക് പോയിട്ട് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഡയറക്ഷൻ കൊടുക്കാം. ഇനി നമുക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ കൊടുത്ത മെയിലിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. അതുകൂടി ഒന്ന് നോക്കുക. ഇത് സംഭവം എങ്ങനെയാ വെച്ചാൽ ഇപ്പം ഫോൺ കാണാണ്ടായി പോയതോ മറ്റാരെങ്കിലും കയ്യിലാവുണ്ടെങ്കിൽ നമ്മൾ അതിൽ കൊടുത്ത മെയിൽ വേറെ ഏതെങ്കിലും ഫോണിലോ ഡിവൈസിലോ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് അതിൽ വരുന്ന മെയിൽ ചെക്ക് ചെയ്താൽ മതി. ഇതാ ഇമെയിൽ തുറന്നാൽ ഒന്ന് റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെയിൽ ഇവിടെ വന്നിട്ടുണ്ടാവും. ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഫോട്ടോയും ഡീറ്റെയിലും ലൊക്കേഷനും ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. ആരാണ് എടുത്തത്, ആരാ കയ്യിലുള്ളത്, അവരുടെ ലൊക്കേഷൻ ഏതാണ്, ഏത് ഫോണാണ്, പോയ ഫോണിൻ്റെ മോഡലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്, ഭാഗത്തിനൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.